ജീസസ്. യേശുവേ നീ മാത്രം മതി, നീ മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യഹോവയീരേ മാതാവാം ദൈവം മാത്രം മതി എനിക്ക്. യഹോവ രാഫ സൗഖ്യദായകൻ തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. യഹോവ ശമ്മ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് നല്ലൊരു ആമേൻ പറഞ്ഞാണ്. ആമേൻ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ഈ പ്രഭാത സമയത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന നല്ല നിമിഷങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ വീണ്ടും സ്തുതിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ എല്ലാ പ്രാവശ്യവും ആമേൻ ചെയ്തു വരാറുള്ള ആമേൻ ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ഓരോ വ്യക്തി ജീവിതങ്ങളെയും ആമേൻ ദൈവരാജ്യത്തിനു വേണ്ടി അവരെ ആമേൻ കൂടുതൽ കൂടുതൽ ഉയർത്തി കൊണ്ടുവരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന ഈ നല്ല ആമേനെ ഒരു കാഴ്ചപ്പാടും ആമേൻ ഹല്ലേലൂയ. അതിലൂടെ അനേകരെ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 4-5 പേരോളം ദൈവരാജ്യത്തിനു വേണ്ടി ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവജനത്തെ സംസാരിക്കുവാനൊക്കെ ഇടയായി തീർന്നു. ഇന്ന് ആമേൻ ഹല്ലേലൂയ പകൽ സമയവും ആമേൻ അങ്ങനെ ചില വ്യക്തികളെ നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ. അതിന്റെ പ്രകാരം ഇന്ന് പകലിൽ ആമേൻ കർത്താവിന്റെ അഭിഷിക്തൻ ആമേൻ സണ്ണി ജോർജ് ബ്രദറാണ് നമ്മുടെ നടുവില്. ആമേൻ, ആമേൻ ഹല്ലേലൂയ സുവിശേഷം അറിയിപ്പിക്കുന്നത്. കർത്താവിന്റെ ദാസനുള്ള ആമേൻ നമ്മൾ 10 മിനിറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ദയവ് ചെയ്ത് 15 മിനിറ്റ് കൂടുതൽ, ഇപ്പോൾ 12:05 15 മിനിറ്റിൽ കൂടുതലും എടുക്കാൻ പാടില്ല. മാക്സിമം അതിനകത്ത് തന്നെ നിൽക്കണം. ആമേൻ, സ്തോത്രം. ഇതൊരു ഷോർട്ട് മെസ്സേജ് ആണ്, അല്ലാതെ നമ്മളൊരു വലിയൊരു പ്രസംഗ ശൈലിയിലേക്കല്ല, ഒരു ഷോർട്ട് മെസ്സേജ് ആയിട്ട്. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ട് 15 മിനിറ്റ്. ആമേൻ ഹല്ലേലൂയ. അതിനായിട്ട് കർത്താവിന്റെ ദാസനെ നമുക്ക് ഒരുമിച്ച് ഇന്ന് പകലിൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ആമേൻ സണ്ണി ജോർജ് ബ്രദർ.
കേട്ടോ? ദൈവം ആ മാസപ്പെടട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പകൽ സമയം ദൈവമക്കളായ എല്ലാവരോടും കൂടി എനിക്ക് അല്പസമയം മുടക്കാൻ സാധിച്ചു. അല്പസമയം ദൈവവചനം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും പ്രാർത്ഥനയോട് കൂടിയായിരിക്കണം. കരുവനായി കഴിഞ്ഞാൽ ഒരു സാക്ഷ്യം പോലും ചർച്ച പറയാത്തുള്ളതാണ് ഞാൻ. അപ്പം ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എനിക്കതൊരു ബലമായിരിക്കും. മുന്നമേ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, എല്ലാവരും പ്രാർത്ഥനയോട് കൂടിയായിരിക്കണം. ഒരു സാന്നിധ്യം വെളിപ്പെട്ടു കഴിഞ്ഞാൽ ആ മൂവിൽ അങ്ങ് പോവാം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എങ്ങനെ നടത്തുന്നത് വന്ന് പോവും. ഞാൻ ഇന്ന് എടുക്കുവാൻ ഉദ്ദേശിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആലോചനയുള്ളവനെ ദൈവം എങ്ങനെ ഉപയോഗിക്കും എന്ന വിഷയത്തെ കുറിച്ചാണ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ആരും അലസതയായിട്ടൊന്നും ഇരിക്കല്ലേ. ഒരാളിൽ അഭിഷേകം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് ആ വ്യക്തി അന്യഭാഷയിൽ ആരാധിക്കുമ്പോഴാണ്. ഒരാൾ അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട് ആ ആളിൽ അഭിഷേകം ഉണ്ടെന്ന് പറയുവാനും നമുക്ക് സാധിക്കില്ല. അപ്പോൾ അന്യഭാഷ ഉണ്ട് എന്ന് അറിയുന്നത് ആ വ്യക്തി അന്യഭാഷയിൽ ആരാധിക്കുമ്പോഴാണ്. ആ വ്യക്തി അന്യഭാഷയിൽ ആരാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേകം ഉണ്ടെന്ന് പറയാൻ ഒക്കെയില്ല. ഒരുവനിൽ ആത്മാവിന്റെ ഫലങ്ങൾ കാണുമ്പോൾ മാത്രമേ അവൻ അഭിഷേകം ഉള്ളവനാണെന്ന് നമുക്ക് തിരിച്ചറിയത്തുള്ളൂ. ആ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്. ഗലാത്യ ലേഖനം 5:22. ആത്മാവിന്റെ ഫലവോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയാണ്. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണം ഇല്ല ക്രിസ്തുവിൽ. ആമേ. അപ്പം ആത്മാവിന്റെ ഫലം എന്ന് പറയുന്ന അഭിഷേകത്തിന്റെ ഫലം അല്ലെ, ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് സ്നേഹമാണ് ഒന്ന്. രണ്ടാമത്തെ സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതാണ് ആത്മാവിന്റെ ഫലങ്ങളിൽ നമ്മൾ കാണുന്നത്. അത് ശരിയായ അഭിഷേകം അല്ല. ഈ ആത്മാവുള്ളവൻ എങ്ങനെയൊക്കെ ആയിരിക്കും? സ്നേഹം കാണും, സമാധാനം കാണും, അവന്റെ മേൽ ദീർഘക്ഷമ കാണും, വിശ്വസ്തത കാണും, ദയ കാണും, പരോപകാരം കാണും, വിശ്വസ്തത. ഈ ഫലങ്ങളിൽ ഏതെങ്കിലും നമ്മളിൽ പുറപ്പെടുന്നുണ്ടോ? അവന്റെ ആത്മാവുണ്ട്. ആത്മാവിന്റെ സാന്നിധ്യത്തിലെ ഈ സ്വഭാവങ്ങളൊക്കെ കാണത്തുള്ളൂ. ഒരൊറ്റ ചോദ്യം മാത്രം ചോദിച്ചാൽ, ദൈവസന്നിധിയിൽ വിശ്വസ്തനാണോ നമ്മൾ? ദൈവസന്നിധിയിൽ ആരാധിക്കുന്നതിൽ വിശ്വസ്തനാണോ? പ്രാർത്ഥനയിൽ വിശ്വസ്തനാണോ? ആത്മാവ് ഉണ്ട് പറയുമ്പോൾ കയ്യടി പാട്ട് മാത്രമല്ല ആത്മാവിന്റെ ഫലം. അതാര് തിരിച്ചറിഞ്ഞത്? എന്നിൽ തിരിച്ചറിയണം. അത് തിരിച്ചറിയണം. എന്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ആര് തിരിച്ചറിയണം? നമ്മളെ വിട്ടും വേർപെട്ട ജനങ്ങൾ അത് തിരിച്ചറിയണം. എന്റെ നടപ്പില്, എന്റെ സംസാരത്തില്, എന്റെ പ്രവൃത്തിയില്, എന്റെ അത് മറ്റുള്ളവർ തിരിച്ചറിയുമ്പോൾ മാത്രമേ അവരിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് അറിയാനുള്ളൂ. എന്റെ നടപ്പ്, സംസാരം, ഇതൊക്കെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ ഒരു ദൈവമക്കളെന്നറിയാൻ വേണ്ടി അവന്റെ നടപ്പ് എപ്പോഴും നിർമ്മലമായിരിക്കണം, അവന്റെ വാക്കുകൾ എപ്പോഴും ശുദ്ധി ഉള്ളതായിരിക്കണം, അവൻ ദയുള്ളവനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം, അവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എപ്പോഴും കൂടിയിരിക്കണം. ജാതികൾ അറിയും. അങ്ങനെ നമ്മളെ പ്രത്യേകിച്ച് ജാതികളാണ് നമ്മളെ വേർപെട്ട ജനം എന്ന് വിളിക്കപ്പെടുന്നത്. അല്ലാതെ നമ്മുടെ സഭയിലുള്ള ആൾക്കാർ അല്ല വിശ്വാസികളെല്ലാം അറിയുന്നത്. അവർ നമ്മുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് അറിയുമ്പോഴും നമ്മുടെ വിശ്വസ്തത എങ്ങനെയുണ്ടോ അറിയുമ്പോഴാണ് ജാതികൾക്കറിയാം നമ്മൾ വേർപെട്ട കൂട്ടരാണെന്ന്. അതുകൊണ്ട് നമ്മളിൽ ആത്മാവിന്റെ ഫലങ്ങൾ തിരിച്ചറിയത്തക്കണം. ആത്മാവിന്റെ ഫലങ്ങൾ എപ്പോഴും പുറപ്പെടുവിക്കണം. പരിശുദ്ധാത്മാവ് ഉള്ളവനെ നടത്തുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങൾക്ക് നിയന്ത്രണം വരും. നമ്മുടെ സ്വഭാവങ്ങൾക്ക് പലപ്പോഴും നിയന്ത്രണം വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഉള്ളവന്റെ സ്വഭാവങ്ങൾക്ക് നിയന്ത്രണം വരുമ്പോൾ അവന്റെ ഫലങ്ങളൊക്കെ അതാണ് സ്നേഹം വരുന്നതും, സന്തോഷം വരുന്നതും, സമാധാനം വരുന്നതും, ദീർഘക്ഷമ വരുന്നത്. അത് പരിശുദ്ധാത്മാവ് ഉള്ളവന് മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. യെശയ്യാ പ്രവചനം 45-ന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു:
യഹോവ തന്റെ അഭിഷക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്നു. വലം കൈ പിടിച്ച് ഇതന്നെ. കോരേശിനോട് ഈ ആലോചന അറിയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് കോരേശിനോട് ഈ ആലോചന പുറപ്പെടുവിക്കുന്നത്. കാരണം നിന്റെ മുമ്പിൽ കഥകൾ അടയപ്പെടാം, നിന്റെ മുമ്പിൽ വാതിലുകളെ തുറക്കാതിരിക്കുക. എന്നാൽ യഹോവയെ ഞാൻ നിന്റെ വലം കൈ പിടിക്കുമ്പോൾ ഞാൻ നിനക്ക് തുറന്നു തരും. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും പല വേദനകളും പ്രയാസങ്ങളും വരുമ്പോൾ പലപ്പോഴും നിരാശപ്പെട്ട് നമ്മൾ മാറിപ്പോകുന്ന അവസ്ഥയാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ സന്നിധിയിൽ നാം കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ പല വിടുതലുകളും പല നന്മകളും അനുഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ദുഷ്ടനായ പലപ്പോഴും നമ്മളെ തകർക്കാൻ നോക്കുന്ന സമയത്ത് അഭിഷേകത്തോടെ ആരാധിക്കാൻ പറ്റാതെ പലപ്പോഴും നമ്മൾ വേർവിട്ട് പോകുമ്പോൾ അവിടെയെല്ലാം ഒരു കോരേശിനെ പോലെ നിൽക്കുവാൻ ഹല്ലേലൂയ മടുപ്പ് കൂടാതെ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടെ ദൈവം അതിനുവേണ്ടി വാതിലുകൾ തുറന്നു. നമ്മളെ സംബന്ധിച്ച് നിരാശയായിട്ട് പിന്നോട്ട് പോകുന്ന അവസ്ഥയാണ് നമ്മളിൽ എപ്പോഴും കാണുന്നത്. ആ നിരാശ മാറി രാജാവിനെ പോലെ വാഴുവാൻ കോരേശിനെ കൊടുത്ത അഭിഷേകം പോലെ ചിലപ്പോൾ വാതിലുകൾ തുറന്നില്ലെന്നിരിക്കുക, ചിലപ്പോൾ തുറന്നെന്നിരിക്കുക. തുറന്നില്ല ഞാൻ എന്റെ ദൈവത്തിന്റെ സന്നിധി വിട്ട് ഞാൻ പോകുകയില്ല എന്നൊരു തീരുമാനം നമ്മൾ ദൈവസന്നിധി തീരുമാനം എടുക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് തീർക്കും. ദൈവം വഴികളെ തുറക്കും, വാതിലുകളെ തുറക്കും. നമ്മുടെ നിരാശകളെ നിന്ദകളെ ദൈവം മാറ്റുവാൻ ശക്തനാണ്. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ നാമം മഹത്വത്തിനായി തീരണം. നമ്മൾ എന്ത് ചെയ്താൽ എല്ലാം ദൈവനാമ പരിശുദ്ധാത്മാരുടെ നടത്തിപ്പും പ്രകാരം ആയിത്തീരുവാൻ നമ്മളെ ദൈവം സഹായിക്കണം. പ്രാർത്ഥിച്ചോ എല്ലായ്പ്പോഴും മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കും. കർത്താവ് പലപ്പോഴും നമ്മുടെ വാതിലുകൾ അടയുന്നുണ്ട്, എപ്പോഴും തന്നെ അടഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. എന്നാൽ ഒരു ദൈവസാന്നിധ്യത്തിലോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി, ഒരു നന്മ അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദുഷ്ടനായ ഇതൊക്കെ അടയ്ക്കുന്നത്. എന്നാൽ അവിടെ നാളെ ശക്തമായി ആരാധിച്ചു കയറുവാനും ശക്തമായി കർത്താവിന് വേണ്ടി നിൽക്കുവാനും നിലകൊള്ളാൻ നമ്മൾ തീരുമാനം എടുത്തു കഴിയുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങുകയും ചെയ്യുക. അല്ല അടഞ്ഞ വാതിലുകൾ തുറക്കുകയല്ല, തുറക്കാത്ത വാതിലുകളെ ദൈവം കഥകളെ ദൈവം തുറക്കുകയും ചെയ്യും. അത്ഭുതമായ സാന്നിധ്യം അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. ഹല്ലേലൂയ. രക്തത്താലും വചനത്തെ അല്പസമയം ദൈവത്തെ നിന്ന് ആരാധിച്ച് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ തക്കണം, ദൈവ മഹത്വം അനുഭവിക്കാൻ തരണം. ഓ ജുഡലവ ശംകരിയാന ഹാസ്മരിയാനന്ദനാഥന് ബൗഡ കർത്താവേ, ഈ ദിവസങ്ങളിൽ അസാധാരണമായ സാന്നിധ്യം ഈ ജനത്തിന്മേൽ വിളമ്പുന്ന കർത്താവേ, ആരും മടുപ്പൂടാതെ വണ്ണം ദൈവത്തെ ആരാധിക്കുവാൻ തക്കണം, ദൈവം ഉറപ്പുള്ളവരായി തിരിക്കുവാൻ തക്കണം. ദൈവം അവരെ ആലോചന കൊടുത്ത് വാതിലുകളെ തുറന്ന് അവരുടെ നിരാശകളെ മാറ്റി നിന്ദകളെ മാറ്റി ദൈവം ബലപ്പെടുത്തി ആത്മാവിന്റെ സ്ഥാനത്ത് ഇറങ്ങുമ്പോൾ ആളുകളെ അവർ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാൻ തക്കണം ദൈവം ബലപ്പെടുത്തി ഉറപ്പ് കൊടുക്കുകയാണ് ആലോചനയിലൂടെ. കാരണം നിന്റെ മുമ്പിൽ കഥകൾ അടയപ്പെടാം, വാതിലുകളെ തുറക്കാതിരിക്കുക. എന്നാൽ യഹോവേ ഞാൻ നിന്റെ വലം കൈ പിടിക്കുന്നു. ഏത് തുറക്കാത്ത വാതിലിനെ തുറന്നറിഞ്ഞ് പ്രിയ ദൈവമക്കളെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ കോരേശിനെ ഖുറൈശിന്റെ വാതിലുകളെ ദൈവം തുറന്നു തരുന്നത് പോലെ ഹല്ലേലൂയ. രക്തത്താൽ അവന്റെ മുമ്പിൽ അടയപ്പെട്ടില്ല, ദൈവം അവന് വേണ്ടി എല്ലാം തുറന്നു കൊടുത്തു. രക്തത്താൽ ജയമെടുത്തു. ദൈവം തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും നമ്മുടെ ആലോചന നമുക്ക് വേണ്ടി ദൈവം തുറക്കാത്ത പല നന്മകളും അടയുന്നു. ചിലപ്പോൾ നമ്മുടെ കോപത്തിലായിരിക്കും, നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളായിരിക്കും, ചില പ്രയാസങ്ങൾ വേദനകൾ ഉണ്ടാവും. അന്നേരം നമ്മൾ ആനയിടുന്ന ദേഷ്യമുണ്ട്, നിസാര പ്രശ്നങ്ങളിലാണ് നമ്മുടെ വാതിലുകൾ പലപ്പോഴും ദൈവസന്നിധിയിൽ അടയപ്പെടുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയത്തിന് ദൈവം മടുപ്പ് കൊടുക്കുന്നില്ല. എന്നാൽ ചില വിഷയത്തിന്മേൽ ദൈവം കർത്താവ് നമുക്ക് അനുകൂലമായ സാഹചര്യം തരണം. ചില നിരപ്പ് പ്രാപിക്കേണ്ടത് ചില നിരപ്പ് പ്രാപിക്കുക, ചില കർത്താവ് ദൈവം വെളിപ്പെടുത്തി തന്നാലും നമ്മൾ നിരപ്പ് പ്രാപിക്കുക, വാശി പിടിക്കുന്നത് അതിൽ മേലും ചില ദൈവപ്രവൃത്തികൾ കാണുവാൻ ബുദ്ധിമുട്ടാണ്. ഈ ദിവസങ്ങളിൽ ആരോടെങ്കിലും നിരപ്പ് പ്രാപിക്കുക, നമുക്ക് നന്മ പ്രാപിക്കാനുണ്ട്, ചില വാതിലുകൾ തുറക്കണമെന്നുണ്ട്. ദൈവസന്നിധി തുറക്കണം, വാതിലുകൾ തുറക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവസന്നിധി നമ്മൾ മുഴങ്കാൽ മുടക്കണം. ഹല്ലേലൂയ. അതിനകത്ത് ഞാൻ വലിയവനാ ചെറുതനാന്നൊന്നും നോക്കിക്കൊണ്ടില്ല. കർത്താവ് വാതിലുകൾ തുറക്കുന്നവന് അത്ഭുതങ്ങളെ നമ്മുടെ സ്വഭാവത്തിന്റെ നമ്മുടെ ദൈവസന്നിധി സമർപ്പണമാണ് നമുക്ക് വേണ്ടിയുള്ള വാതിലുകൾ തുറക്കപ്പെടുന്നത് അടയപ്പെടുന്നത്. ദൈവസന്നിധി മുഴങ്കാൽ മുടക്കി കർത്താവെ ഞാൻ എന്റെ കുറവുകളെയും കുറ്റങ്ങളെയും ക്ഷമിക്കുന്നു എന്ന് പറയാം. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മുടക്കിയാൽ അവന്റെ വേണ്ടി ദൈവം വഴികൾ തുറക്കും. ഹല്ലേലൂയ. നിരാശകളെ മാറ്റുന്നവനാണ്, അത്ഭുതം പ്രവർത്തിക്കുന്നതാണ്.
ഒരു നാളും ദൈവം കൈവിടുകയില്ല. ദൈവത്തിന്റെ വാഴ്ചത്വം ഒരിക്കലും കർത്താവ് വെളിപ്പെടുത്തി തരാതിരിക്കും. ദൈവം ഒരുത്തരോട് വാഴ്ചത്വം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുറപ്പെടുവിക്കാത്തതിന്റെ താമസം നമ്മുടെ ഒരുക്കത്തിന്റെ കുറവാണ്. ഒരുക്കമില്ലാത്തതിന് പലപ്പോഴും അത് കുറഞ്ഞുകൊണ്ടിരിക്കും. അവൻ ഒരുക്കമുള്ളവനാണ്, അവനെ ദൈവം ശ്രേഷ്ഠമായി മാനിക്കും. ആദ്യവാദികൾക്ക് ഒരു ചില ഞെരുക്കങ്ങൾ വരും, പ്രയാസം വരും. കർത്താവ് പലപ്പോഴും തളർന്നു പോലെ, ക്ഷീണിച്ചു പോലെ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം. ദൈവമക്കൾ എപ്പോഴും ദൈവത്തിന് നിൽക്കുമ്പോൾ ദൈവത്തോടുള്ള വാത്സല്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രത്യാശയോടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ അഭയം പ്രാപിക്കണം. അവന് വേണ്ടി എല്ലാം തുറന്നു കൊടുക്കുന്നവൻ ജയാളിയായി രാജാവാക്കി മാറ്റുന്നതാണ്. കോരേശിനെ മാറ്റിയപ്പോലെ നമ്മളെയും മാറ്റുക നമ്മുടെ സർവത്തെ ശക്തനായ യഹോവയ്ക്ക് സാധ്യമാണ്. ഹല്ലേലൂയ. രക്തത്താൽ ജയം കർത്താവ്. ഹല്ലേലൂയ. അങ്ങനെ തന്നെ നമുക്ക് വേണ്ടി വഴികളെ തുറക്കുകയും വാതിലുകളെ തുറക്കുകയും നമ്മുടെ നിരാശകളെ മാറ്റിത്തരികയും ചെയ്യുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് നമ്മളോട് അരുളി ചെയ്യുന്നതൊന്നും മറ്റു സംഭവിക്കുകയില്ല. ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് എന്ത് പറഞ്ഞു അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. പലപ്പോഴും നമ്മൾ പതറിപ്പോവുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന് പ്രവർത്തിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ നമ്മുടെ ഹൃദയത്തെ തുറന്നെടുക്കും. അപ്പൊ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണേ. ചില നാളുകളായി ഞാൻ ഭാരപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, വേദനപ്പെടുന്നു. കർത്താവ് അവിടെ നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കും, നമുക്ക് ഉപദേശം തരും. കർത്താവ് നീ എങ്ങനെ നടക്കുക, എന്ത് ചെയ്യണം, എന്ത് പ്രവർത്തിക്കണം, എന്ത് സംസാരിക്കണം, ദൈവം അതിന് കീഴ്പ്പെടുവാൻ നമ്മൾ തയ്യാറായിരിക്കും. ദൈവസന്നിധി പലപ്പോഴും കീഴ്പ്പെടുന്നതിലാണ് നമുക്ക് പ്രയാസം വരുന്നത്. ആ കീഴ്പ്പെടുന്നതിൽ കർത്താവ് നമുക്ക് വേണ്ടി വാതിലുകളെ തുറക്കുന്നതിന് ഒരു വഴിയാണ്. എപ്പോഴും തടസ്സങ്ങൾ വരും, എല്ലാത്തിനും തടസ്സമില്ലാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. എല്ലാത്തിനും തടസ്സമുണ്ട്. എന്നാൽ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് കയറിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയമുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും വിഷയത്തിൽ പ്രയാസങ്ങളുണ്ട്, പ്രശ്നത്തിന് പരിഹാരം ഒരുക്കുവാൻ കർത്താവ് ശക്തനാണ്. അടയപ്പെട്ട വാതിലുകളെ തുറക്കുന്ന കർത്താവായിരിക്കും. ഈ നാളുകളിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഹാലയില് പ്രാർത്ഥനയിൽ ബലപ്പെട്ട് നിന്നാൽ ആർക്കും ഒന്നിനും ഭാരമില്ലാതെ ദൈവം വഴികൾ തുറക്കണം. ഹാലയില് ഈ 2025 അവസാന നിമിഷം, അവസാനത്തെ ഉപവാസപ്രദം, 3-ാമത്തെ ദിവസം ഉപവസിക്കുമ്പോൾ കർത്താവ് അല്ലെങ്കിൽ ചില നിരപ്പ് പ്രാപിക്കുന്നിടത്ത് നിരപ്പ് പ്രാപിച്ചിട്ടുണ്ട്. ചിലതിന്മേൽ ശോധനയുണ്ട്. ദൈവത്തോട് ചില വാഴ്ച ചില ബലപ്പെട്ട് നമ്മൾ ദൈവത്തിന് മുഴങ്കാലം മുടങ്ങുമ്പോൾ ദൈവം വഴികളും തുറക്കും, വാതിലുകളും തുറക്കും. ഇപ്പോഴും നിരാശകൾ മാറിപ്പോണം. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന, അതുപോലെ പുതിയൊരു വർഷത്തിലേക്ക് കയറുമ്പോൾ അസാധാരണമായ ദൈവ സാന്നിധ്യത്തില് കഴിഞ്ഞ കാലത്തല്ല നമ്മൾ വാഴ്ച പുതിയ ഏറ്റെടുത്തില്ല. നമ്മൾ ദൈവത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ നമ്മൾ ശ്രേഷ്ഠമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്കണം. ദൈവം നമ്മളെ ആലോചനയ്ക്കൊത്തോണം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കണം. ദൈവം നമ്മളെ സഹായിക്കണം. ഒരുക്കത്തോടായിരിക്കുന്നെങ്കിൽ നമ്മൾ കർത്താവ് നമ്മളെ ശക്തനാണ്. ഭയപ്പെടുകയും വേണ്ട, പ്രയാസം വേണ്ട. ഒരു വഴികളും വാതിലും തുറക്കാതിരിക്കുന്നതാണല്ല നമ്മുടെ കർത്താവ്. കോരേശിന് വേണ്ടി തുറന്നതുപോലെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കും. ഇന്ന് പകൽക്കാലം ഈ ചെറിയ സന്ദേശമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഒരു സൂമിൽ കയറി ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നാൽ ദൈവം ഇത്രത്തോളം നിർത്തി പരിപാലിച്ച് ഇത്രത്തോളം സംസാരിച്ച് ഇങ്ങനെ ഒരു സാവകാശം ഒരുക്കിത്തന്ന ജോസി പാസ്റ്ററോടും പിന്നെ ഈ സൂമിൽ എന്റെ ഞാൻ അല്പസമയം സംസാരിച്ച് വചനം കേട്ട എല്ലാ ദൈവമക്കളോടും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ നാമം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല, പറയണമെന്നുണ്ട്, പക്ഷെ വായിലോട്ട് ഇത് കാരണം വെപ്രാളം കാരണം വരുന്നില്ല. എന്നാൽ ദൈവമക്കൾ പ്രാർത്ഥിക്കും. ദിവസങ്ങളിൽ ഈ പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരു അവസരം ഒരിക്കലും ദൈവനാമത്തിൽ ഇത്ര നേരം ദൈവം വചനം പ്രേരിച്ചേരും ദൈവനാമത്തിൽ എല്ലാവരോടും സ്നേഹം ലഭിച്ചിട്ട് ഞാൻ എന്റെ വിഷയത്തെ ചുരുക്കുന്നു. ആമേൻ.